അപ്പോൾ ന്യൂനപക്ഷങ്ങൾ CPIഎമ്മിനെ കൈവിട്ടു എന്നതിന്റെ നേർചിത്രമായി മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാറിലെ ഫലവും നമ്മുടെ മുന്നിലുണ്ട്. മലപ്പുറത്ത് പലയിടങ്ങളിലും പ്രതിപക്ഷത്തിരിക്കാൻ പോലും ആളില്ലാതെ CPIഎം സംപൂജ്യരായി. സമസ്തയെ ഉപയോഗിച്ച് ലീഗ് വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള പാർട്ടി നീക്കം ബൂമറങ്ങായി എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. തുടർച്ചയായി ന്യൂനപക്ഷ വിരുദ്ധത വിളമ്പിയ വെള്ളാപ്പള്ളിയെ ഒപ്പം കൊണ്ടുനടന്ന് പ്രശംസിച്ചതിനും ന്യൂനപക്ഷം കൃത്യമായ മറുപടി നൽകിയെന്ന് വേണം കരുതാൻ. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ് മലബാറിൽ നിന്ന്. VS രഞ്ജിത്ത്, തന്ത്രങ്ങളെല്ലാം പാളി എന്നതിന്റെ നേർചിത്രമായി മലബാർ നിൽക്കുകയാണോ? സുജയ, തീർച്ചയായിട്ടും മുസ്ലിം വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം LDF ഇത്തവണ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പുണ്ടാക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് ഈ മലപ്പുറത്തെ വെള്ളാപ്പള്ളിയുടെ പരാമർശം, അതുപോലെ തന്നെ മലപ്പുറത്തിനെതിരായിട്ടുള്ള പരാമർശം, ഇതൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഭൂരിപക്ഷ ഏകീകരണമാണ് CPM തുടക്കത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. അത് ഒരു ഭാഗത്തുണ്ടായില്ല എന്നുള്ളതാണ് തെക്കൻ കേരളത്തിൽ ഏറ്റ തിരിച്ചടിയെങ്കിൽ വടക്കൻ കേരളത്തിലേക്ക് വന്നാൽ ഈ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി UDF ബാന്ധവത്തെ മുഖ്യമന്ത്രി തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ വോട്ടുകളുണ്ട്. അത് AP സുന്നികളുടെ മാത്രമല്ല, EK വിഭാഗം സുന്നികളുടെ വോട്ടുകൾ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ ലഭ്യമാകും അല്ലെങ്കിൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് തുടർച്ചയായി ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധത്തെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയും UDFും തമ്മിൽ ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാനും അല്ലെങ്കിൽ ആ ബന്ധത്തെ തുറന്നു കാട്ടാനും ഒക്കെ CPM ശ്രമിച്ചത് മലപ്പുറത്തും പ്രത്യേകിച്ച് മലബാറിലെ കോഴിക്കോട്ടും കണ്ണൂരിലും ഒക്കെയുള്ള സുന്നി വോട്ടുകൾ അത് തട്ടുക എന്നുള്ള, അത് കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ ആ തന്ത്രം പാളി എന്നുള്ളതാണ് നമുക്ക് മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലൊക്കെ ഒറ്റ സീറ്റ് പോലും ഇല്ലാതായി. പൊന്നാനി പോലുള്ള മേഖലകളിൽ CPMന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ തന്ത്രം പാളി എന്നുള്ളത് തന്നെയാണ്.